Hi, I'm back with another video. OET സ്പീക്കിങ്ങിൽ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പൊളൈറ്റായിട്ട് എങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. How to collect information politely from a patient. ഒരു പേഷ്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ക്ലിനിക്കിലായിക്കോട്ടെ ഏതൊരു സെറ്റിങ്ങിലായാലും നമ്മൾ പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനോട് എന്തൊക്കെ ചോദിക്കും? ഒന്നാമത് നമ്മൾ ടൈം വിഷ് ചെയ്യാറുണ്ട് അല്ലേ, പിന്നെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, പേഷ്യൻ്റെ പേര് ചോദിക്കാറുണ്ട്, പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് പേഷ്യൻറ്റിനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്, ഐ എം ഷാരിക, one of the registered nurses working in this community health center. Please be seated. How can I address you? അപ്പോൾ അവരുടെ പേര് പറയും. ഒരു എക്സാമ്പിൾ മേരിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ മേരിക്ക് അബ്ഡോമിനൽ പെയിൻ ആയിട്ടാണ് മേരി വന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ബ്രോട്ട് യു ഹിയർ ടുഡേ, എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം? അപ്പോൾ മേരി പറയും ജസ്റ്റ് ഐ ഹാവ് സിവിയർ അബ്ഡോമിനൽ പെയിൻ എന്ന് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ഒരു കൺസേൺ അവർ പറയുന്ന സമയത്ത് നമ്മൾ ആ കൺസേൺ എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യണം അല്ലേ. ഒരാൾ വേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമല്ല. ഓക്കെ, നിങ്ങൾക്ക് വേദന ഉണ്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ് യു ഹാവ് എ സിവിയർ പെയിൻ. In order to get a clear picture about your current situation, I would like to ask you some questions. May I? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്തിനാണ്? അവരുടെ ഒരു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവരെന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് പെയിൻ ഉണ്ടായെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. സോ ഇൻഫർമേഷൻ കുറച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, അത് ചോദിച്ചോട്ടെ എന്നുള്ളൊരു നമ്മളൊരു പെർമിഷൻ ചോദിക്കണം. സോ മേ ഐ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർ പറയും യെസ് നഴ്സ് യു ക്യാൻ, അല്ലെങ്കിൽ യെസ് നഴ്സ് യു മേ എന്നൊക്കെ പറയും. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ അവരോട് ചോദിക്കണം വെൻ എക്സാക്ട്ലി ദിസ് പെയിൻ സ്റ്റാർട്ടഡ്, എപ്പോഴാണ് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തത്? ഹാവ് യു ടേക്കൺ എനി മെഡിക്കേഷൻ, എന്തെങ്കിലും മെഡിക്കേഷൻ എടുത്തോ ചോദിക്കാമല്ലോ. പിന്നെ എന്താ ചോദിക്കാം? ഹാവ് യു ട്രൈഡ് എനി ഹോം റെമഡീസ്, വീട്ടിൽ എന്തെങ്കിലും പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര പെയിനൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ചെയ്യാറില്ലേ, അങ്ങനെ ചെയ്തോ എന്ന് നമുക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ചോദിക്കാം ഹാവ് യു എക്സ്പീരിയൻസ്ഡ് സച്ച് പെയിൻ പ്രീവിയസ്ലി, നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യൻ്റ് പെയിൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പേഷ്യനോട് റേറ്റ് ചോദിക്കാം അല്ലേ, പെയിൻ്റെ റേറ്റ്, അതിൻ്റെ സ്കോർ എത്രയാണെന്ന് ചോദിക്കാം. ഔട്ട് ഓഫ് 10 എത്ര ഉണ്ടെന്ന്. ഓൾറെഡി അവർ സിവിയർ എന്ന് പറഞ്ഞു, എന്നാലും നമുക്കൊന്നുകൂടെ ചോദിക്കാം. Can you please rate the pain? 0 to 3 will be mild, 4 to 6 is moderate and 7 to 10 is severe. അപ്പോൾ അവർ പെയിൻ സ്കോർ എത്രയാണെന്ന് പറയും. അതനുസരിച്ച് ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം ഷാരിക ഫ്രം CGS Academy. Bye bye.